കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ധാരാളം പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉള്ളതെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ഭൂനികുതി വർധനവ് സാധാരണക്കാരെ കാര്യമായി ബാധിക്കില്ലെന്ന് പറഞ്ഞു. ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. കപടമായ കാര്യങ്ങളോ ഇല്ലാത്ത വാഗ്ദാനങ്ങളോ നടത്തുന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നടത്താൻ ശ്രമിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ വ്യക്തിപരമായ അത്തരം ഒരു കാര്യത്തെ തന്നെയാണ് ശ്രമിക്കുന്നത്. കൂടുതലും ഈ ചുമ്മാതെ ഒരു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി ജനങ്ങളോട് ധാരണ പറഞ്ഞു ചെയ്യുന്ന അത് നല്ലതെന്നുള്ളതിലാണ് പറഞ്ഞേക്കുന്നത്. അത് അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായി വരുന്നതല്ല. നമ്മൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാം 50% വലിയ വർധനയാണ് വന്നത്. ആ റേറ്റ് നിങ്ങൾ കണ്ടു കാണും. ഒരു 5 രൂപയുള്ള 2.5 സെൻറ്റിനാണ്. 6 എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റാണ്. 5 രൂപ 2.5 സെൻറ്റിന് 5 രൂപയായിരുന്നു ഒരു വർഷം അടയ്ക്കേണ്ടത്. അത് 7.5 രൂപയായി. പെർസെൻറ്റേജ് പറഞ്ഞാൽ 50%. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തുന്ന ബഡ്ജറ്റ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം ഭൂനികുതി വർധനവിലൂടെ സർക്കാർ നടത്തുന്നത് കൊള്ളയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ചത് ഫെയർവെൽ ബഡ്ജറ്റാണെന്നും കൂട്ടിച്ചേർത്തു. ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ 50% വർധനമാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇപ്പോൾ പറയുന്ന കണക്ക് എന്താണെന്നറിയാം? 2020 മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമലായപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പം കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത്. ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത്, അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. ബഡ്ജറ്റ് വെറും പ്രഖ്യാപനം മാത്രമെന്നും കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വഴിതെളിക്കുന്ന ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചതെന്നും രമേശ് ചെന്നിത്തല. വെറും പ്രഖ്യാപനങ്ങൾ മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കോ വളർച്ചയ്ക്കോ വഴിതെളിക്കുന്ന ബഡ്ജറ്റ് അല്ല ഇത്. 50% പദ്ധതി വെട്ടിക്കുറച്ച് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാത്ത അനുഭവമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പ്രഖ്യാപനങ്ങൾ വിശ്വസിക്കില്ല. കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു കർമ്മ പദ്ധതിക്കും രൂപം കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പുത്തരിക്കണ്ടം മൈതാന പ്രസംഗത്തിന് സമാനമായിരുന്നു കെ.എൻ. ബാലഗോപാലിന്റെ ബഡ്ജറ്റ് അവതരണമെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സർക്കാർ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രയോഗിച്ചത് കേന്ദ്ര അവഗണന എന്ന തേഞ്ഞൊട്ടിയ രാഷ്ട്രീയ ആയുധമെന്നും സുരേന്ദ്രന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.